ആഫ്റ്റർനൂൺ. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി വീട്ടിലിരിക്കാവൂല? സന്തോഷമല്ലേ എല്ലാവർക്കും? ഹാപ്പി അല്ലേ? ആർക്കും അസുഖമൊന്നുമില്ലല്ലോ? എല്ലാവരും ഉഷാറല്ലേ? ആരും പുറത്തേക്കൊന്നും പോകരുത് കേട്ടോ. അടുത്ത വീട്ടിലോ ഒന്നും പോയി കളിക്കൊന്നും ചെയ്യണ്ട. എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിരിക്കുക. കാരണം കൊറോണ പഴയതിനേക്കാളും കൂടുതൽ സ്പ്രെഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഇവിടെ ഒന്നും പോയി കളിക്കരുത്. പുറത്തൊന്നും വെറുതെ ആവശ്യമില്ലാതെ പോവരുത്. ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോവാണെങ്കിൽ തന്നെ മാസ്ക് ഒക്കെ ഇട്ട് നന്നായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് കൈയൊക്കെ നീറ്റായിട്ട് കഴുകുകയും ചെയ്യണം. ഓക്കെ, ഇന്ന് മിസ് എടുക്കാൻ പോണത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്നുള്ള ലെസൺ 9 ആണ്. ലെസൺ 9. അതുപോലെ വേറൊരു കാര്യം പറയാൻ മറന്നു. അടുത്ത മാസം നിങ്ങൾക്ക് എക്സാം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവരും തന്നെ നല്ല പഠിച്ച് ഓരോ 8, 9ാമത്തെ ലെസണാണ് ഇപ്പൊ എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു ക്ലാസ് കൂടി കിട്ടും. അപ്പൊ 10 ലെസൺസിലെ ഒരു ലെസൺ നമ്മൾ പഠിക്കാത്ത ഉണ്ടായിരുന്നു, 6ാമത്തത്. അപ്പൊ അത് വേണ്ട, ബാക്കിയെല്ലാം നന്നായിട്ട് പഠിക്കുക. 10 എടുത്തു കഴിഞ്ഞാൽ 9 പഠിക്കുക. മിസ് എടുക്കാത്ത ഒരു ലെസൺ ഡിലീറ്റ് ചെയ്തതുണ്ട്, അത് പഠിക്കണ്ട. ബാക്കിയൊക്കെ നന്നായിട്ട് എക്സാമിന് പഠിച്ചു തുടങ്ങും. ഇപ്പോഴേ പഠിച്ചു തുടങ്ങും, എങ്കിലേ അത് തീരും. 9 ഉണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇന്ന് എടുക്കുന്നത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. The lesson name, living and non-living things. You know what is living things and what are non-living things? Second standard നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. living things and non-living things എന്താന്ന് പഠിച്ചിട്ടുണ്ട്. living things are growing. We are all living things. But in our classroom you can see, or in our house you can see chair, desk, or cot, then table. These are non-living. Or stone, then sand, soil, water. They are non-living things. But growing, some are growing. They are called living things. Animals, plants, or small ants, or squirrel. Then small grasses, small plants, herb. These are all living things. അതിനെ വിളിക്കുക ജീവനുള്ളവയും ജീവനില്ലാത്തവയും. ലിവിങ് തിങ്സ് മീൻസ് ജീവനുള്ളവ. നോൺ ലിവിങ് തിങ്സ് മീൻ ജീവനില്ലാത്തവ. അപ്പൊ ജീവനുള്ളവയെ കുറിച്ചും ജീവനില്ലാത്തവയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, യു ആർ ഹാപ്പി ടു സ്റ്റഡി? ആർ യു റെഡി ടു സ്റ്റഡി? ഓക്കെ, വെരി ഗുഡ്. Here, first you have one warm-up activity. One warm-up activity. In this warm-up activity, there is a poem. One poem is there. That poem, many things our earth has got. Some are living and some are not. Rocks and bushes, roads and trees, children, grass, elephant and bee. What's the difference? How to spot something living and something not? That is a poem. You by heart it. If you are interested, you can by heart it. Okay, very good poem. Then in this poem, some are living and some are non-living. Which are living? Which are non-living? You can find out from the poem itself which are living and which are non-living. Which are living? Many things our earth has got. നമ്മളുടെ ഭൂമിയിൽ കുറേ സാധനങ്ങളുണ്ട്. Some are living and some are not. അതിൽ കുറച്ച് ലിവിങ് ആണ്, മറ്റു കുറച്ച് ലിവിങ് അല്ലാത്തത്, ജീവനില്ലാത്തവ. റോക്സ് ആൻഡ് ബുഷസ്, റോക്ക് പാറകളും കുറ്റിച്ചെടികളും. അതുപോലെ റോഡും മരങ്ങളും, പാറകളും കുറ്റിച്ചെടികളും. അതേപോലെ റോഡും മരങ്ങളും. ചിൽഡ്രൻ, ഗ്രാസ്, എലിഫന്റ് ആൻഡ് ബീ. ചിൽഡ്രൻ കുട്ടികൾ, അതുപോലെ ഗ്രാസ് പുല്ല്, ആന, പിന്നെ ബീ ഹണി ബീ തേനീച്ച. ഇതൊക്കെ എന്താണ്? എന്തായിരിക്കും? കുട്ടികൾ. നിങ്ങൾ വലുതാവുണ്ടോ? എലിഫന്റ് വലുതായി വരുന്നുണ്ടോ? സ്മോൾ എലിഫന്റ് ബിക്കം ബിഗർ. ആൻഡ് ഹണി ബീ, സ്മോൾ ഹണി ബീ ഓർ വേം ബിക്കം ഹണി ബീ. സോ ദീസ് ആർ ലിവിങ്. ഇങ്ങനെയുള്ളതിനെ ലിവിങ് പറയും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാം. അതിൽ ഓരോ പേര്. റോക്ക്, ഒന്നാമത്തെ റോക്ക്, പാറ. റോക്സ് എന്താണ്? ഗ്രോ ആണോ? പാറ വലുതായി കൊണ്ടിരിക്കുന്നുണ്ടോ? ഓരോ ദിവസം കഴിയുമ്പോൾ പാറ വലുതാവുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. ദാറ്റ് ഡു നോട്ട് ഗ്രോ, അത് വലുതാവുന്നില്ലെങ്കിൽ
അവിടെ ഒരു ഇത് മാർക്കുക. അത് വലുതാവുണ്ടെങ്കിലോ വലുതാവുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഫോൾസ് മാർക്ക് ചെയ്യാം. അതുപോലെ ബുഷസ്, ഗ്രോ ശരിയാണെങ്കിൽ ടിക്ക് ഇടുക, റോങ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ റോങ് മാർക്ക് ഇടുക. ടിക്ക് മാത്രം ഇട്ടാൽ മതി. ആണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ റോക്സ് ദാറ്റ് ഗ്രോ എന്നുള്ളത് ഗ്രോ ചെയ്യണ്ടെങ്കിൽ മാത്രം ടിക്ക് ഇടുക. അല്ലെ ദാറ്റ് ഡു നോട്ട് ഗ്രോ ആണെങ്കിൽ അതിന്റെ നേരെ ടിക്ക് ഇടുക. പിന്നെ റോഡ് ഗ്രോ ചെയ്യുന്നുണ്ടോ, വളരുന്നുണ്ടോ, ദാറ്റ് ഡു നോട്ട് ഗ്രോ. അപ്പോൾ അവിടെ ഏതാ ശരി, ദാറ്റ് ഡു നോട്ട് ഗ്രോ ആണ്. അപ്പൊ അവിടെയാണ് ടിക്ക് മാർക്ക് ഇടേണ്ടത്. അതേപോലെ ചിൽഡ്രൻ, ഗ്രാസ്, എലിഫന്റ്, ബി, ഇത്രയും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്യാം. എന്നിട്ട് ഇന്ന് തന്നെ മിസ്സിന് സെൻഡ് ചെയ്യാം. ഓക്കെ. ഇനി ലിവിങ് തിങ്സ്, ഒരു ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞാൽ, ലിവിങ് തിങ്സിന്റെ ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ലിവിങ് തിങ്സ് ഗ്രോ. ലിവിങ് തിങ്സ് വളരുന്നുണ്ട്, ദേ ആർ ഗ്രോയിങ്, വളരുന്നു. ലിവിങ് തിങ്സ് ആർ ബോൺ ആൻഡ് ദേ ഗ്രോ, അതുണ്ടാവുകയും പിന്നെ അത് വളർന്നുകൊണ്ടേയിരിക്കും. You have grown from tiny baby. You are first when your mother give birth to you, you are very small newborn baby. If you have a small brother, you can see very very small boy or small girl. Then you are growing have grown from a tiny baby to a big girl or a big boy. എ പ്ലാന്റ് ഗ്രോ ഫ്രം എ ടൈനി സീഡ്. പ്ലാന്റ് എങ്ങനെയുണ്ട്, ഒരു വിത്ത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നാണ് ഒരു ചെടി ഉണ്ടാവുന്നത്. ഇറ്റ് ബിക്കം ഒരു ചക്കക്കുരു കുഴിച്ചിട്ടാൽ എന്താവും, വലിയ പ്ലാവാവും. ആ പ്ലാവിന്റെ മുകളിൽ നിന്ന് വീണ്ടും നമുക്ക് ചക്കക്കുരു കിട്ടും. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഗ്രോ. നോൺ ലിവിങ് തിങ്സ് വളരുന്നില്ല. അപ്പൊ കല്ല്, സ്മോൾ പീസ് ഓഫ് സ്റ്റോൺ, ഇറ്റ് വിൽ നോട്ട് ഗ്രോ, ഇറ്റ് ഈസ് നോൺ ലിവിങ്. അപ്പോ വളരുന്നത് എന്താണ്, ലിവിങ് തിങ്സ്. And it will not grow, they are non-living things. പിന്നെ living things breathe. Living things എന്ത് ചെയ്യും, breathe ചെയ്യും. You know, we are all breathing with our nose. That already studied in the first lesson. We breathe with our nose. All living things are breathe. Okay. Here, just a human being breathe, plant and animal also breathe. നമ്മൾ ശ്വസിക്കുന്നത് പോലെ ആനിമൽസും അതുപോലെ പ്ലാന്റ്സും ബ്രീത്ത് ചെയ്യുന്നു. ഒബ്സർവ് എ ഡോഗ് ഓർ എ കാറ്റ് സ്ലീപ്പിംഗ്, യു വിൽ സീ ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ഇറ്റ് ചെസ്റ്റ്. അത് മനസ്സിലാക്കാൻ എന്താ, ഒരു പൂച്ച ഉറങ്ങുമ്പോൾ അല്ലെ ഒരു പട്ടിക്കുട്ടി ഉറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡോഗ് ഉറങ്ങുന്ന സമയത്ത് അതിനെ നോക്കിയാല് അതിന്റെ ചെസ്റ്റ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദേ ആർ ബ്രീത്തിങ്, അവ ശ്വസിക്കുന്നു. ഉറങ്ങുന്ന സമയത്തും the chest bone is moving up and down, so we can understand they are breathing. Many animals and human beings breathe using their lungs. അതിന്റെ ലങ്സ് ഉപയോഗിച്ചിട്ടാണ് പല ആനിമൽസും ബ്രീത്ത് ചെയ്യുന്നത്. സം വാട്ടർ ആനിമൽസ് ലൈക്ക് ഫിഷ് ബ്രീത്ത് ത്രൂ ദർ ഗിൽ. ഫിഷ് എങ്ങനെയാ ബ്രീത്ത് ചെയ്യുന്നത്, അതിന്റെ ഗില്ലുണ്ട്, ചിറക് പോലെ സൈഡില് ചെകിളപ്പൂക്കള്, ആ ചെകിളപ്പൂക്കളിലൂടെയാണ് എന്ത്, ഫിഷസ് ബ്രീത്ത് ചെയ്യുന്നത്. ആൻഡ് പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ ദർ ലീവ്സ്. പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നത് അതിന്റെ ലീഫിലുള്ള ചെറിയ ഓപ്പണിങ്ങിലൂടെ. ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ബ്രീത്ത്. നോൺ ലിവിങ് ആയിട്ടുള്ള സ്റ്റോൺ ബ്രീത്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഡെസ്ക്, ബെഞ്ച്, ഇതൊന്നും ബ്രീത്ത് ചെയ്യുന്നില്ല. പക്ഷേ സ്മോൾ ആൻഡ്, ഡോഗ്, കാറ്റ്, പ്ലാന്റ്സ്, ഹ്യൂമൻ ബീങ്, ചിൽഡ്രൻ, ബേബി ബോയ് or small puppy, kitten, they are all breathing. When we can understand the chest bone is, when you are sleeping, your chest is move up and down, so we can identify they are breathing. അവര് ശ്വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലിവിങ് തിങ്സ് മൂവ്. ജീവനുള്ളവയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചലിച്ചോണ്ടേ നിൽക്കാൻ പറ്റും. യു സീ കാറ്റ് ഓർ ഡോഗ്, നമുക്കറിയാം കാറ്റ് അല്ലെങ്കിൽ ഡോഗൊക്കെ എന്താ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ദേ ആർ മൂവിങ്. ആൻഡ് സീ കാറ്റ് ഓർ ഡോഗ് വാക്കിംഗ് ആൻഡ് റണ്ണിങ്. യു ഓൾസോ സീ ബേർഡ്സ് ആർ ഫ്ലൈയിങ്, isn't it? The birds are moving by flying. And animals move around in search of food or to escape from animal. അതുപോലെ ആനിമൽസ് എന്തിനാണ് ഓടുന്നത്, ചിലപ്പം എലിനെ കണ്ട പൂച്ച എന്ത് ചെയ്യും, അതിന്റെ പിന്നാലെ ഓടും. അപ്പൊ എലിയോ പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി
ഓടും. അപ്പോ ഈ ലിവിങ് തിങ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യും, ഒരു സ്ഥലത്തുനിന്ന് ചലിക്കും, അതിന് ചലനമുണ്ട്, മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ. Their leg. Birds and insects mostly use their wing to fly. Birdsum insectsum they use their wing for flying. Then snake and tiny worm crawl on the ground. You know, small worms are crawling or snakes are crawling on the ground. And plant cannot move from their fixed place, but their parts can move. അല്ലെ, ഒരു ചെടി കുഴിച്ചിട്ടാൽ ചെടി വെയിലുള്ള ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സിന് മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ അത് നടന്ന് നീങ്ങി പോകുന്നില്ല, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി പോകുന്നില്ല, പകരം അതിന്റെ പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. അപ്പോൾ അതും ലിവിങ് ആണ്. സം പ്ലാന്റ്സ് മൂവ് ഇൻ ലിറ്റിൽ വേ. ദ ലീവ്സ് ഓഫ് മൈമൂസ. തൊട്ടാവാടി അല്ലെ, നിങ്ങൾ തൊട്ടാവാടിയിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ണടച്ച പോലെ ഇരിക്കും. ഓർ ടച്ച് മീ നോട്ട്, അതിന്റെ പേരാണ് ടച്ച് മീ നോട്ട് ഓർ മൈമൂസ പ്ലാന്റ്. ആ മൈമൂസ പ്ലാന്റ് തൊട്ടാവാടി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കൂമ്പും. പിന്നെ കുറെ കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ഉണ്ടാവും ഇലകൾ വിടർന്ന് നിൽക്കണേ. ദെൻ ക്ലോസ് വെൻ വി ടച്ച് ദം. നോൺ ലിവിംഗ് തിങ്സ് ലൈക്ക് കാർ ആൻഡ് ട്രെയിൻ ഓൺലി മൂവ് വെൻ സംവൺ ഓർ സംതിങ് മൂവ്സ്. കാറും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് ഓടിക്കണം. അല്ലെ, ട്രെയിൻ മൂവ് ചെയ്യണ്ട, പക്ഷെ നമ്മൾ അതിനെ ഓടിക്കണം, എങ്കിൽ മാത്രമേ അത് മൂവ് ചെയ്യണ്ട. അപ്പോ കാറ് ഒരു ലിവിങ് അല്ല, അല്ലെ ട്രെയിൻ ഒരു ലിവിങ് അല്ല. അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അതാരോ ഒന്ന് ഉന്തോ അല്ലെ തള്ളോ, എന്ത് വണ്ടി, ഇപ്പൊ ഉന്തുവണ്ടിയാണ് നമ്മൾ ഉന്തണം. അപ്പോ ഉന്തുവണ്ടി ഒരു നോൺ ലിവിങ് ആണ്, അല്ലെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്യണം. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ നോൺ ലിവിങ്. അടുത്തൊരു പോയിന്റ്, ലിവിങ് തിങ്സ് നീഡ് ഫുഡ് ടു സർവൈവ്. ലിവിങ് തിങ്സിന് എന്ത് വേണം? സർവൈവ് ചെയ്യാൻ, ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഫുഡ് വേണം. ദേ നീഡ് ഫുഡ് ടു സർവൈവ്. പിന്നെ their leaves of the plant help to make food. The plants can make their own food. Plants എന്താ ചെയ്യുന്നത്? അതിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്നു. Then the leaf of the plant help to make food. ലീഫ് ആണ് ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കല്ലേ. ലീഫിൽ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ലീഫിൽ വെച്ചിട്ടാണ്. കിച്ചൺ ഓഫ് ദ പ്ലാന്റ് ഏതാണ്? പ്ലാന്റിലെ കിച്ചൺ ലീഫ്, അവിടെ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതർ ലിവിംഗ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് or for their food. Then living things also need water. Living things ന് എന്ത് വേണം? വെള്ളം വേണം. Plants use food and water that is in the soil. Plantsന് എവിടുന്നാ കിട്ടുന്നത്? ചെടികൾക്ക് മണ്ണിൽ നിന്ന് ജലവും ഭക്ഷണവും അത് വലിച്ചെടുക്കും, റൂട്ടിൽ കൂടി. ഇറ്റ് വിൽ അബ്സോർബ്, ഇറ്റ് വിൽ ടേക്ക് ഫ്രം ദ റൂട്ട്. And some animal feed on smaller animals. Some animals feed very very smaller animal. നോൺ ലിവിംഗ് തിങ്സ് ഡു നോട്ട് ഫീഡ്. നോൺ ലിവിംഗ് തിങ്സ് കഴിക്കുന്നില്ല, ടേബിൾ ഒന്നും ഭക്ഷണം കഴിക്കില്ല. ഉണ്ടോ? ഡെസ്ക് ബെഞ്ചൊക്കെ തിന്നുന്നുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് എ നോൺ ലിവിംഗ് തിങ്. സോ നോൺ ലിവിംഗ് തിങ്സ് ആർ നോട്ട് ഫീഡ്, ബട്ട് ലിവിംഗ് തിങ്സ് ആർ ഫീഡിംഗ് ഫുഡ്. ദെൻ അടുത്ത പോയിന്റ്, ലിവിംഗ് തിങ്സ് ക്യാൻ റീപ്രൊഡ്യൂസ്. ലിവിംഗ് തിങ്സിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അതായത് പുതിയ ജീവികളെ ഉണ്ടാക്കാൻ പറ്റുക. സം ലിവിംഗ് തിങ്സ് ലൈക്ക് ബേർഡ് ആൻഡ് സ്നേക്ക് ലേ എഗ്. ബേർഡും സ്നേക്കൊക്കെ എന്താണ്? മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ഫ്രം വിച്ച് യങ് വൺ ഓഫ് ദ സെയിം കൈൻഡ് കെയിം ഔട്ട്. കുറെ കഴിയുമ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ആനിമൽ ലൈക്ക് ക്യാറ്റ്, ഡോഗ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് ഗീവ് ബർത്ത് ടു സ്മോൾ യങ് വൺസ്. You know, puppy or kitten, they will giving birth to small, very very small young ones, isn't it? Cow, calf, goat, kid, small kid. Then plants grow from seed or from the stem. പ്ലാന്റ്സ് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന? പുതിയ ഉണ്ടാകുന്ന ഒന്നുകിൽ ചെടീന്റെ, റോസാ ചെടിയൊക്കെ ആണെങ്കിൽ അതിന്റെ തണ്ട് മുറിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിത്ത്. ഇപ്പൊ ചക്കയോ മാങ്ങയൊക്കെയാണ് ഉണ്ടാവേണ്ട, മാവൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ വിത്ത് മുളപ്പിച്ചിട്ട് പുതിയ ചെടി ഉണ്ടാക്കും. Then living things can reproduce other living thing of the same kind. ലിവിംഗ് തിങ്സിന് അതേപോലെയുള്ള വേറെ ചെടികളെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. We say living things reproduce, non-living things cannot reproduce. Living things can reproduce, but non-living things cannot reproduce. അതാണ് നെക്സ്റ്റ് പോയിന്റ്. പിന്നെ മൂന്നെണ്ണം കൂടി ഉണ്ട്, അത് സിമ്പിൾ ആണ്. ലിവിംഗ് തിങ്സ് ഗിവ് ഔട്ട് വേസ്റ്റ്. വേസ്റ്റ് പുറന്തള്ളും. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് വേസ്റ്റ് റിമൂവ് ചെയ്യും. ഇപ്പൊ ക്രോ ആണെങ്കിലും വേസ്റ്റ് റിമൂവ് ചെയ്യും. അപ്പൊ ലിവിംഗ് തിങ്സ് എന്താണ്? വേസ്റ്റ് പുറത്തേക്ക് തള്ളും. Birds, animals and human beings give out waste.
പ്ലാന്റ്സ് ഓൾസോ ഗിവ് ഔട്ട് വേസ്റ്റ് വെൻ ദേ ബ്രീത്ത്. പ്ലാന്റ്സും ബ്രീത്ത് ചെയ്യുമ്പോൾ വേസ്റ്റ് പുറത്തേക്ക് തള്ളും. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഗിവ് ഔട്ട് എനി വേസ്റ്റ്. അല്ലെ, ഡെസ്കും ബെഞ്ചൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതുപോലെ ഭക്ഷണം കഴിക്കുന്നില്ല, അതുപോലെ വേസ്റ്റും ഇല്ല. ദേ വിൽ നോട്ട് ഗിവ് ഔട്ട് വേസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോൺ ലിവിങ് തിങ്സ് ആർ നോട്ട് റീപ്രൊഡ്യൂസ്, ദേ ആർ നോട്ട് ഗ്രോയിങ്, ദേ ആർ നോട്ട് ഗിവ് ഔട്ട് വേസ്റ്റ്. ഓക്കെ. ദെൻ ലിവിങ് തിങ്സ് ഫീൽ. അവയ്ക്ക് മനസ്സിലാവാൻ, രുചിക്കാൻ കഴിയും, അറിയാൻ പറ്റും. വി ക്യാൻ ഫീൽ ആൻഡ് ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മൂത്ത് ആൻഡ് റഫ് തിങ്സ്. അല്ലെ, നമുക്ക് എങ്ങനെ സ്മൂത്ത് ആണോ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ എടുത്ത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പം ഇത് സ്മൂത്ത് ആണോ അല്ലെങ്കിൽ റഫ് ആണോ, അതിന്റെ മുകളിൽ ഇങ്ങനെ ചക്ക തൊടുമ്പോ എന്തായിരിക്കും? റഫ് ആയിരിക്കും. അല്ലെങ്കിൽ പൈനാപ്പിൾ ആണെങ്കിലോ അതിന്റെ പുറത്തോ വളരെ റഫ് ആയിരിക്കും. ഒരു ആപ്പിൾ എടുത്ത് തൊടുകയാണെങ്കിലോ ഇറ്റ് ഈസ് വെരി സ്മൂത്ത് ആണോ എന്ന് നമ്മൾക്ക് എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും? നമ്മളുടെ കയ്യിൽ തൊട്ടും കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റും ബൈ ടച്ചിങ്. അതുപോലെ തന്നെ ഹോട്ട് ആൻഡ് കോൾഡ്, ചൂടും തണുപ്പും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും. Then animals and plant can also feel. Plants usually grow towards sunlight. Plantsനും ചൂടും തണുപ്പും വെളിച്ചമൊക്കെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ പ്ലാന്റ്സ് എപ്പോഴും ലൈറ്റ് എവിടെയാണോ സൺലൈറ്റ് എവിടെയാണോ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നതാണ്. ഇപ്പൊ മണി പ്ലാന്റ് ഒക്കെ വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങോട്ട് പോവും? വിൻഡോന്റെ സൈഡിലേക്കാണ് അത് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ. ദെൻ വൺ മോർ പോയിന്റ്, ലിവിങ് തിങ്സ് ഡൈ. ലിവിങ് ജീവനുള്ളവ ഒരിക്കൽ അത് എപ്പോഴെങ്കിലും ഒരിക്കൽ അത് മരിച്ചിരിക്കും, അത് ചത്തുപോകും. ഇറ്റ് ഈസ് ഡൈ. ദെൻ ഓൾ ലിവിങ് തിങ്സ് ഡൈ. എല്ലാ ജീവനുള്ളവയും എന്താവും? അവസാനം ഡൈ. ദേ വിൽ ഡൈ. ദ നമ്പർ ഓഫ് ഇയേഴ്സ് ദേ ലിവ് മേ ഡിഫർ. അതിന്റെ കൊല്ലം വ്യത്യാസം ആയിരിക്കും. ഒരു ചെടി ചിലപ്പോൾ കുറേ കാലം ഉണ്ടാവും, ചിലപ്പോൾ കുറച്ചു കാലം വന്ന് പിന്നെ അത് ചീഞ്ഞളിഞ്ഞു പോകും. ചെടിയാണെങ്കിൽ ഇപ്പം ഡോഗ്, ക്രോ, മനുഷ്യനായാലും അല്ലെ, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ഒരു പ്രായം കഴിയുമ്പോൾ ദേ വിൽ ഡൈ. അതേപോലെ എല്ലാ ജീവനുള്ള വസ്തുക്കളും ഒരിക്കൽ എന്താവും? ദേ വിൽ ഡൈ. ദെൻ ടോട്ടോയ്സ് ക്യാൻ ലിവ് ലോങ്. ടോട്ടോയ്സ് ആണ് ഏറ്റവും കൂടുതൽ ലിവ് ചെയ്യുന്ന, കൂടുതൽ കാലം ലിവ് ചെയ്യുന്നത്. എത്ര കൊല്ലം ലിവ് ചെയ്യുന്നറിയോ? എത്ര കൊല്ലം ജീവിക്കും? 105 years. ദേ വിൽ ലിവ് 105 years. Then animals like the mouse and the dog can only live for few years. മൗസും അതുപോലെ ഡോഗും എപ്പോഴാണ്? വളരെ കുറച്ച് കാലത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മറിച്ച് ആമയാണെങ്കിലോ ടോർട്ടോയ്സ് ആണെങ്കിലോ കുറെ കാലം they live. And whereas some insects like fly and bee may live only for a few days. ഇപ്പം ഹൗസ് ഫ്ലൈ ആണെങ്കിൽ അല്ലെ ഹണി ബി ആണെങ്കിൽ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൾ ലിവിങ് തിങ്സ് ഹാവ് ലൈഫ് വൈൽ നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഹാവ് ലൈഫ്. ഓൾ ലിവിങ് തിങ്സ് ഹാവ് ലൈഫ്. എല്ലാ ലിവിങ് തിങ്സിനും ഒരു ജീവിതമുണ്ട്. ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഹാവ് ലൈഫ്. നോൺ ലിവിങ് തിങ്സിന് ഒരു ലൈഫ് ഇല്ല. പക്ഷെങ്കിൽ എല്ലാ ലിവിങ് തിങ്സിനും, പ്ലാന്റിനൊരു ലൈഫ് ഉണ്ട്, അതുപോലെ ആനിമൽസിനൊരു ലൈഫ് ഉണ്ട്, ദെൻ ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും ഉണ്ട്. ഏത് ജീവനുള്ളവ, ഏത് ലിവിങ് തിങ്സിനും ഒരു ലൈഫ് ഉണ്ട്. ബട്ട് നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഹാവ് ലൈഫ്. ഇത്രയും കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. എന്തൊക്കെയാണ് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്? ലിവിങ് തിങ്സ് ഗ്രോ, ലിവിങ് തിങ്സ് ബ്രീത്ത്, ലിവിങ് തിങ്സ് മൂവ്, ലിവിങ് തിങ്സ് നീഡ് ഫുഡ് ടു സർവൈവ്, ലിവിങ് തിങ്സ് ക്യാൻ റീപ്രൊഡ്യൂസ്, ലിവിങ് തിങ്സ് ക്യാൻ ഗിവ് ഔട്ട് വേസ്റ്റ്, ലിവിങ് തിങ്സ് ഫീൽ. അവർക്ക് അറിയാൻ പറ്റും, അനുഭവിച്ചറിയാൻ പറ്റും ചൂടും തണുപ്പ്. അല്ലെങ്കിൽ അത് സൺലൈറ്റ്, ഇപ്പം പ്ലാന്റ് ആണെങ്കിൽ സൺലൈറ്റിന്റെ നേരെ മാറും. ലിവിങ് തിങ്സ് ഡൈ. അതെന്ത് ചെയ്യും? ഡൈ ആവും. അവസാനം അത് ചീഞ്ഞു പോകും അല്ലെങ്കിൽ ഇല്ലാതാകും. ഇനി ഇതിൽ എക്സസൈസ് ഒന്ന് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കുക. കഴിഞ്ഞ പാഠത്തിന് ഞാൻ സെൻഡ് ചെയ്യാം. ഇതും നിങ്ങൾ നോക്കിയിട്ട് മാച്ച് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, പിന്നെ ട്രൂ ഓർ ഫോൾസ് ഉണ്ട്, പിന്നെ ടിക്ക് ദ കറക്റ്റ് ആൻസർ ഉണ്ട്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഐ തിങ്ക് യു ക്യാൻ ഡു അലോൺ. എങ്കിലും മിസ് തരാം, കുറച്ച് കഴിഞ്ഞാൽ നോട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.